ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയവായന സുഹൃത്തെ, താങ്കൾക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് മെയ് 28, ഒന്നാമത്തെ വായനാഭാഗം യോശുവയുടെ പുസ്തകം 14-ാം അധ്യായം. 14-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നതും അറിയുന്നതും കാലേബിന് ഹെബ്രോൻ മല അവകാശമായി കൊടുക്കുന്നതിൻ്റെ ഒരു വിവരണമാണ്, അതിൻ്റെ പശ്ചാത്തലമാണ്. അപ്പോൾ അതിന് ഈ യോശുവയും കാലേബും ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. ഇവർ ഒരുമിച്ചാണ് 12 പേരായിട്ട് മോശയുടെ നിർദ്ദേശപ്രകാരം കനാൻ ദേശം ഒറ്റുനോക്കാൻ പോയത്. അപ്പോൾ ഒറ്റുനോക്കാൻ പോയപ്പോൾ ഞാൻ വിശദീകരിച്ച് പറയേണ്ട കാര്യമില്ല. അവർ ഒറ്റുനോക്കാൻ പോയപ്പോൾ അവർ വന്ന് നല്ല വർത്തമാനം, ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തോട് പറ്റി നിന്നുകൊണ്ട് നല്ല വർത്തമാനം പറഞ്ഞു രണ്ടുപേരും. അന്ന് മോശ പറഞ്ഞു, നീ കാൽ വെച്ച ദേശം നിനക്ക് അവകാശമായിരിക്കും. അപ്പം അന്ന് പോയി കാൽ വെച്ച ദേശം നിനക്ക് അവകാശമായിരിക്കും എന്ന് മോശ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഹെബ്രോൻ മല എനിക്ക് തരണം എന്നാണ് കാലേബ്, യെഫുന്നയുടെ മകനായ കാലേബിൻ്റെ ആവശ്യം. അതിന് മോശയ്ക്കോ മറ്റ് ഇസ്രായേൽ മൂപ്പന്മാർക്കോ ഒന്നും യാതൊരു തടസ്സവും ഉണ്ടായിരുന്നില്ല. അവർ ഹെബ്രോൻ മല കാലേബിന് അവകാശമായി കൊടുത്തു. ഈ ഹെബ്രോൻ മലയുടെ പഴയ പേര് കിര്യത്ത് അർബ എന്നാണ്. കിര്യത്ത് എന്ന് പറഞ്ഞാൽ പട്ടണം, അർബ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അർബയുടെ പട്ടണം എന്നായിരുന്നു. മുമ്പ് ഇത് അർബ എന്നൊരു വലിയ വീരൻ്റെ പട്ടണമായിരുന്നു. അത് അനാക്യനായിരുന്നു. അയാളുടെ പേരിലാണ് പട്ടണം അറിയപ്പെട്ടിരുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ചില സ്ഥലങ്ങൾക്ക്, ചില റോഡുകൾക്ക് ഒക്കെ മുമ്പ് ജീവിച്ചിരുന്ന ചില പ്രധാനപ്പെട്ട ആളുകളുടെ പേരൊക്കെ കൊടുക്കുന്ന പോലെ ആ പ്രദേശത്തിന് കിര്യത്ത് അർബ എന്ന് കൊടുത്തിരുന്നു. ഇന്നത് പിന്നീട് അത് ഹെബ്രോൻ എന്നായി മാറി. അപ്പോൾ ഹെബ്രോൻ മല കാലേബിന് അവകാശമായി കൊടുത്തു. കാലേബിനല്ല, കാലേബിൻ്റെ കൂടെയുള്ള മക്കൾക്ക്, കൊച്ചുമക്കൾക്ക്, തലമുറകൾക്ക് ഇനി ആ ദേശം കാലേബിൻ്റെ മക്കൾക്ക് അവകാശമായിട്ടുള്ളതാണ്. വേറൊരാൾക്ക് ആ സ്ഥലത്ത് അവകാശം എടുക്കാൻ പാടില്ല. ഇവിടെ നമ്മൾ ആദ്യം വായിക്കുന്നുണ്ട്, പുരോഹിതനായ എലയാസറും നൂൻ്റെ മകനായ യോശുവയും ഇസ്രായേൽ ഗോത്രപിതാക്കന്മാരിൽ തലവന്മാരും ചേർന്നാണ് ഈ ദേശം വിഭജിച്ചു കൊടുക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതാണ് ഈ അധ്യായത്തിൽ ചുരുക്കമായിട്ടുള്ളൊരു സംഗതി. ഈ ഒരു കാര്യം മാത്രമാണ്. ഹെബ്രോൻ മല കാലേബിനും കാലേബിൻ്റെ അനന്തരാവകാശികൾക്കും അവകാശമായി ലഭിച്ചു. രണ്ടാമത്തെ വായനാഭാഗം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 19-ാം അധ്യായം. അത് മിസ്രയീമിനെ കുറിച്ചുള്ള പ്രവാചകമാണ്. മിസ്രയീം നമുക്ക് അറിയുന്ന നാൾ മുതൽ അറിയുന്നത്, മിസ്രയീം എന്ന് പറയുന്നത് നോഹയുടെ, യഥാർത്ഥത്തിൽ അതറിയണമെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായം വായിച്ചാൽ നമുക്ക് മിസ്രയീമിനെ അവിടെ കാണാം. മിസ്രയീം നോഹയുടെ മക്കളൊക്കെ ആയിട്ട് വരുന്ന ആളുകളിൽ ഒരാളാണ്. അശൂർ ഒക്കെ ആ സമയത്ത് ജനിക്കുന്ന മക്കളിൽ ഒരാളാണ് മിസ്രയീം വന്ന് പാർത്ത ദേശത്ത് അവരുടെ തലമുറയായി വന്ന ആളുകളുടെ സ്ഥലത്തെ മിസ്രയീം ദേശം എന്ന് പറയുന്നു. ആ മിസ്രയീമിനെ നമുക്ക് ഇസ്രായേൽ മക്കൾ അവിടെ പ്രവാസത്തിൽ നിന്നല്ല, അവിടെ അവർ 430 സംവത്സരം അവിടെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഇസ്രായേൽ ജനത്തോട് അവസാന കാലങ്ങളിലുണ്ടായിരുന്ന ഫറവോമാർ, അവിടുത്തെ ജനം എങ്ങനെയാണ് പെരുമാറിയിരുന്നൊക്കെ നമുക്കറിയാം. അവർക്ക് യഹോവയെ ഭയമില്ല, അല്ലെങ്കിൽ അവർക്ക് ദൈവത്തെ ഭയമില്ല. അത് അവസാനമാണ്. ആദ്യമൊന്നും അവർക്കും ദൈവത്തെ അറിയില്ല. അവസാനം അവർ പുറപ്പെടുന്ന സമയത്ത് അവർ മോശയും അഹരോനും ഫറവോനോട് സംസാരിക്കുന്നുണ്ട്, ഇവരെ വിട്ടയക്കണമെന്ന്. ഒരു തരത്തിലും വിട്ടയക്കാൻ തയ്യാറല്ല. കാരണം വെച്ചാൽ അവർക്ക് ഞങ്ങളുടെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അവർക്ക് യഹോവയോടുമായിട്ടൊരു ബന്ധവുമില്ല, ജനത്തുമായിട്ടും ബന്ധമൊന്നുമില്ല. അവരവരെ വിടുവിക്കുന്നില്ല. അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ അവർ തയ്യാറല്ല. അപ്പം അങ്ങനെ പീഡിപ്പിച്ചിരുന്ന ഒരു ജനമാണ് ഈ മിസ്രയീം എന്ന് നമ്മൾ ഓർക്കണം. ബാധകൾ 1, 2, 3 ബാധകൾ ഒക്കെ ഉണ്ടായി. അവസാനം 10 ബാധ ഉണ്ടായിട്ടും വിട്ടുകാൻ മനസ്സിലായി. 10ാമത്തെ ബാധയുടെ സമയത്താണ് അവർ വിട്ടത്. എന്നിട്ടും ഒരു പുറകെ വന്ന് ഇസ്രായേൽ മക്കളെ നശിപ്പിക്കാൻ നോക്കി. അവർ ചെങ്കടൽ താണുപോയി. ഈ മിസ്രയീമിനെ കുറിച്ചുള്ള പ്രവാചകമാണ്
ഇവിടെ പറയുന്ന യഹോവ വേഗതയുള്ള ഒരു മേഘത്തെ വാഹനമാക്കി മിസ്രൈമിലേക്ക് വരുന്നു. അപ്പോൾ മിസ്രൈമിലെ മിഥ്യാമൂർത്തികൾ അവൻ്റെ സന്നിധിയിൽ നടുങ്ങുകയും മിസ്രൈമിൻ്റെ ഹൃദയം അതിൻ്റെ ഉള്ളിൽ ഉരുകുകയും ചെയ്യും. അപ്പം ഈ മിസ്രൈമിൽ ഉള്ള ദേവന്മാർ, ആ ദേവന്മാരെയാണല്ലോ ഇസ്രായേൽ ജനവും ആരാധിച്ചിരുന്നത്. യാത്രാമധ്യേ മോശ എങ്ങോട്ട് പോയത് ഞങ്ങൾ അറിയുന്നില്ല, ഞങ്ങൾക്കൊരു ദൈവത്തെ ഉണ്ടാക്കി തരാനാണ് അവിടെ പറയുന്നത്. അങ്ങനെയാണ് കാളക്കുട്ടി ഉണ്ടാക്കി കൊടുക്കുന്നത്. ഈ കാളക്കുട്ടി എവിടുത്തെ ദൈവമാണ്? അത് മിസ്രൈമിലെ ദൈവമാണ്. ആ കാളക്കുട്ടിയെ ഉണ്ടാക്കി കൊടുക്കാൻ അപ്പം നമുക്ക് മനസ്സിലാവും അവർക്ക് ആ ദൈവത്തെ അറിയാവൂ. കാളക്കുട്ടി അവിടെയുള്ള മറ്റ് ദേവന്മാരൊക്കെയാണ്. അവർ പ്രധാന ദേവൻ കാളക്കുട്ടിയാണ്, സ്വർണത്തിലുള്ളൊരു കാളക്കുട്ടി. അപ്പം അങ്ങനെ മിസ്രൈമരെ വഴിതെറ്റിച്ച, മിസ്രൈമിയുടെ വിശ്വാസത്തെ തന്നെ ഉലച്ചു കളഞ്ഞ ഇസ്രായേലിയരുടെ വിശ്വാസത്തെ തന്നെ ഉലച്ചു കളഞ്ഞ ഒരു ജനസമൂഹമാണ്, ഒരു രാജ്യമാണ് മിസ്രൈം എന്ന് പറയുന്ന ഇന്നത്തെ ഈജിപ്റ്റ്. ആ ഈജിപ്തിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ മിസ്രൈമിനെ കുറിച്ചുള്ള പ്രവചനമാണ് നമ്മളിപ്പോൾ വായിച്ചത്. എന്നിട്ട് പറയുകയാണ്, അവർ ഓരോരുത്തൻ താൻ്റെ സഹോദരനോടും ഓരോരുത്തൻ താൻ്റെ കൂട്ടുകാരനോടും പട്ടണത്തോടും യുദ്ധം ചെയ്യുമെന്നാണ്. മിസ്രൈമിൻ്റെ ചൈതന്യം അതിൻ്റെ ഉള്ളിൽ ഒഴിഞ്ഞു. ഇന്ന് ആ മിസ്രൈമിന് ആ ചൈതന്യമില്ല. അന്ന് ഫറവോയുടെ കാലത്തൊക്കെ നമ്മൾ ലോകത്തിലെ ഏറ്റവും അത്ഭുതങ്ങളിൽ 8 അത്ഭുതങ്ങളിലോ ഒന്നായി കാണുന്ന പിരമിഡ് അവരുടെ രാജ്യത്താണ്. ലോകത്തെ ഏറ്റവും മഹിമയുള്ള, മഹത്വമുള്ള, ഏറ്റവും ഉയർന്നിരുന്ന ഒരു രാജ്യമാണ് മിസ്രൈം. ആ ഇന്ന് മിസ്രൈം ഒരു രാജ്യത്തിന് മുമ്പിൽ നിൽക്കാൻ കഴിയാത്ത വിധം അതിൻ്റെ ശോഭ നശിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അതവിടെ പറഞ്ഞു, ഞാൻ എൻ്റെ ചൈതന്യം അതിൻ്റെ ഉള്ളിൽ ഒഴിഞ്ഞു പോകും, ഞാനതിൻ്റെ ആലോചന നശിപ്പിക്കും. മിസ്രൈമിൻ്റെ ആലോചന കേൾക്കാൻ പല രാജ്യക്കാരും വന്നിരുന്നു. അങ്ങനൊരു കാലമുണ്ടായിരുന്നു. അപ്പോൾ അതില്ല, ഇന്ന് അങ്ങനത്തെ ആലോചന ഇല്ല. ആ ആലോചന ആർക്കും കേൾക്കണ്ട. അപ്പോൾ അവർ മൂർത്തികളോടും മന്ത്രവാദികളോടും വെളിച്ചപ്പാടന്മാരോടും ലക്ഷണം പറയുന്നവരോടും അരുളപ്പാട് ചോദിക്കും. ഞാൻ മിസ്രൈമ്യരെ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പം അവർക്കറിയാവുന്ന കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. അവർ ലക്ഷണം പറയുന്നവരും മന്ത്രവാദികളോടും വെളിച്ചപ്പാടന്മാരോടും മിഥ്യാമൂർത്തികളോടും ഒക്കെ അവരുടെ ആവശ്യങ്ങൾ പറയും, അല്ലെങ്കിൽ അവരുടെ കഷ്ടതയിൽ അവർക്ക് വിടുതൽ ആവശ്യമുണ്ടെന്ന് പറയും. ഞാൻ മിസ്രൈമ്യരെ ഒരു ക്രൂര യജമാനൻ്റെ കയ്യിൽ ഏൽപ്പിക്കും, ഉഗ്രനായ ഒരു രാജാവ് അവരെ വാഴും, അല്ലെങ്കിൽ അവരെ ഭരിക്കും എന്ന് ദൈവം പറയുകയാണ്. അപ്പോൾ അവരുടെ സമുദ്രത്തിൽ വെള്ളമില്ലാതെയാകും, നദി വറ്റി ഉണങ്ങിപ്പോകും, നദികൾക്ക് നാറ്റം പിടിക്കും, മിസ്രൈമിലെ തോടുകൾ വറ്റി ഉണങ്ങും, ഞാങ്ങനയും വേഴവും വാടിപ്പോകും, നദിക്കരികെയും നദീതീരത്തുമുള്ള പുൽപ്പുറങ്ങളും നദീതീരത്ത് വിതച്ചതൊക്കെയും ഉണങ്ങിപ്പറന്നു പോകും, മീൻ പിടിക്കുന്നവർ വിലപിക്കും, നദിയിൽ ചൂണ്ടലിടുന്നവരൊക്കെയും ദുഃഖിക്കും, വെള്ളത്തിൽ വല വീശുന്നവർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് സംഭവിക്കും. എന്നിട്ട് അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ, യഹൂദ ദേശം മിസ്രൈമിന് ഭയങ്കരമായിരിക്കും, അതിൻ്റെ പേർ പറഞ്ഞു കേൾക്കുന്നവരൊക്കെയും സൈന്യങ്ങളുടെ യഹോവ അതിന് വിരോധമായി നിർണയ നിമിത്തം ഭയപ്പെടും. മുമ്പ് അങ്ങനല്ല. മുമ്പം ഈ ലക്ഷങ്ങൾ വരുന്ന ഇസ്രായേലിനെ ഭരിച്ച് അടക്കി പീഡിപ്പിച്ച ഒരു ജനസമൂഹമാണ് മിസ്രൈം എന്ന് പറയുന്നത്. ഇന്നങ്ങനല്ല. ഇന്ന് യഹൂദ ദേശം മിസ്രൈമിന് ഭയമുള്ളതായിരിക്കും, ഭയങ്കരമായിരിക്കും എന്നാണ് വായിക്കുന്നത്. താഴോട്ട്, അവർ യഹോവയോട് നിലവിളിക്കും. പീഡകന്മാർ നിമിത്തം അവർ യഹോവയോട് നിലവിളിക്കും. അപ്പോൾ അത് യഹോവ ആണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് അവർക്ക് മനസ്സിലാവും. യഹോവ എന്നൊരു ദൈവമുണ്ടെന്ന് മനസ്സിലാവും. ആ ദൈവം വിടുവിക്കാൻ ശക്തനാണെന്ന് മനസ്സിലാവും. അങ്ങനെ അവർ യഹോവയോട് നിലവിളിക്കും. അവൻ അവർക്ക് രക്ഷകനെ അയക്കും. അവൻ പൊരുതി അവരെ വിടുവിക്കും. അങ്ങനെ യഹോവ മിസ്രൈമിനെ തന്നെ വെളിപ്പെടുത്തുകയും മിസ്രൈമ്യർ അന്ന് യഹോവയെ അറിഞ്ഞ് യാഗവും വഴിപാടും കഴിക്കുകയും യഹോവയ്ക്ക് ഒരു നേർച്ച നേർന്ന് അതിനെ നിവർത്തിക്കുകയും ചെയ്യും. യഹോവ മിസ്രൈമിനെ അടിച്ചിട്ട് അവൻ വീണ്ടും അവരെ സൗഖ്യമാക്കും. അവർ യഹോവയെങ്കിലേക്ക് തിരിയുകയും അവൻ അവരുടെ പ്രാർത്ഥന കേട്ട് അവരെ സൗഖ്യമാക്കുകയും ചെയ്യും. ആരെയാണ്? മിസ്രൈമിനെയാണ്, ഇസ്രായേലിനെ അല്ല. ചെയ്യും. അന്നാളിൽ മിസ്രൈമിൽ നിന്ന് അശൂരിലേക്ക് ഒരു പെരുവഴി ഉണ്ടാകും. അശൂര്യർ മിസ്രൈമിലേക്കും മിസ്രൈമ്യർ അശൂരിലേക്കും ചെല്ലും. മിസ്രൈമ്യർ അശൂര്യരോട് കൂടി ആരാധന കഴിക്കും. ആരാധന? യഹോവയോടുള്ള ആരാധന. അന്നാളിൽ ഇസ്രായേൽ ഭൂമിയുടെ മധ്യേ ഒരു അനുഗ്രഹമായി മിസ്രൈമിനോടും അശൂരിനോടും കൂടെ മൂന്നാമതായിരിക്കും. വന്ന് ഇസ്രായേലിനേക്കാൾ ഒരു അനുഗ്രഹമായി തീരുന്ന അവസ്ഥയാണ് മിസ്രൈമിനും അശൂരിനുമെന്ന് ദൈവം പറയുന്നുണ്ട്. ഇസ്രായേലിനേക്കാൾ അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കും. എന്നിട്ട് അതിൻ്റെ അവസാന വാക്യം, 19-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യം, എൻ്റെ ജനമായ മിസ്രൈമും ആയി. അപ്പോൾ
നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പറയും ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ മനസ്സലിവ് ആണ് നമ്മളിവിടെ കാണേണ്ടത്. ദൈവം ആരെയും തള്ളിക്കളഞ്ഞിട്ടില്ല. നോഹയുടെ മക്കളിൽ ഒരുവനാണ് മിസ്രയീം. അതുപോലെ മറ്റൊരു മകനാണ് അശൂർ. മറ്റൊരു മകനാണ് അബ്രഹാം സന്തതിയിൽ വരുന്നത്, അബ്രഹാമും ഇസ്ഹാക്കും. അപ്പോൾ ഇവരെല്ലാം 3 മക്കളിൽ നിന്ന് ഉത്ഭവിച്ചവരാണ്. ഹാം, യാഫത്ത്, ഷേം എന്നീ 3 മക്കളിൽ നിന്ന് നോഹയുടെ 3 മക്കളിൽ നിന്ന് വന്നവരാണ്. അപ്പോൾ അത് 1-2 തലമുറക്കകത്ത് ഉള്ളവരാണ് ഇവരൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ഈ മക്കൾ, അപ്പോൾ അവരെ ദൈവം മറന്നിട്ടില്ല. നേരത്തെ നമ്മൾ മോവാബിനെ കുറിച്ച് കണ്ടല്ലോ, ലോത്തിൻ്റെ മക്കളെക്കുറിച്ച്. അവരെയും ദൈവം മറന്നിട്ടില്ല. അപ്പോൾ ഇവിടെയും എൻ്റെ ജനമായ മിസ്രയീമും എൻ്റെ കൈകളുടെ പ്രവൃത്തിയായ അശ്ശൂരും എൻ്റെ അവകാശമായ ഇസ്രായേലും അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ എന്ന് അരുളിച്ചെയ്യും. ഇന്ന് ഭൂമിയിൽ നമ്മൾ കാണുന്ന അന്യ മതസ്ഥരോ അല്ലെങ്കിൽ അന്യ ദൈവവിശ്വാസികളോ ജീവനുള്ള ദൈവത്തെ അറിയുകയോ വിശ്വസിക്കുകയോ ചെയ്യാതെ, എന്തിനേറെ പറയുന്നു, ക്രിസ്ത്യാനികൾ എന്ന് അറിയപ്പെടുന്നവരെ തല്ലാനും കൊല്ലാനും നശിപ്പിക്കാനും പീഡിപ്പിക്കാനും വിവസ്ത്രരാക്കാനും ഒക്കെ നടക്കുന്നവർക്ക് പോലും ഈ ദൈവത്തിങ്കിലേക്ക് വരാനുള്ള അവസരം ദൈവം നിഷേധിക്കുന്നില്ല. അവർക്കും ദൈവത്തിങ്കിലേക്ക് വരാം. നമുക്ക് പൗലോസ് അപ്പോസ്തലനെ കാണുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ സഭയെ മുടിച്ച് നടന്നവനാണ്. ആ പൗലോസ് അപ്പോസ്തലനും ദൈവത്തിൻ്റെ വലിയ കൃപ ലഭിപ്പാൻ, അതിൽ ഉപരിയായി ദൈവത്തിൻ്റെ ഏറ്റവും വലിയ വേലക്കാരനായി മാറുവാൻ നമ്മൾ ഇന്നും പൗലോസ് അപ്പോസ്തലനെ കാണുന്ന ആ ബഹുമാന്യ കാഴ്ചപ്പാട് നമുക്കും ഉണ്ടാകുവാൻ തക്കവണ്ണമുള്ളൊരു മാറ്റം വരുത്തി. അതുകൊണ്ട് എല്ലാ ജാതിയിൽ നിന്നും, എല്ലാ രാജ്യത്തിൽ നിന്നും, എല്ലാ മനുഷ്യകുലങ്ങളുടെ ഇടയിൽ നിന്നും ദൈവത്തെ അന്വേഷിക്കാനും ദൈവത്തെങ്കിലേക്ക് വരുവാനും അവരോട് ദൈവം ക്ഷമിക്കുവാനും അവരെ അനുഗ്രഹിക്കുവാനും ദൈവം തയ്യാറാണെന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് നമ്മൾ ഈ മിസ്രയീമിനെയും അശൂരിനെയും ഒക്കെ ദൈവം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ എന്നരുളി ചെയ്യും ഇസ്രായേൽ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ അനുഗ്രഹിക്കപ്പെടുന്ന ഒരു ജനമായി മാറാൻ അവർക്കിടയാകുന്ന പോലെ നമ്മളിലുള്ളവരും നമുക്കറിയാവുന്നവരും ഒക്കെ ആയ പലർക്കും അതിനുള്ള അവസരം ഉണ്ട് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 3-ാമത്തെ വായനാഭാഗം അപ്പോസ്തലനായ പൗലോസ് തീത്തോസിന് എഴുതിയ ലേഖനം. അതിൽ 3 അധ്യായങ്ങളുണ്ട്. ആ 3 അധ്യായങ്ങളും നമ്മൾക്ക് ഇന്നത്തെ വായനയ്ക്കായിട്ട് ക്രമീകരിച്ചിട്ടുള്ളതാണ്. 1, 2, 3 അധ്യായങ്ങൾ. അത് പൗലോസ് അപ്പോസ്തലനാണ് എഴുതിയെന്നുള്ളതിന് അതിൻ്റെ ആരംഭത്തിൽ തന്നെ അതിന് തെളിവുണ്ട്. തീത്തോസ് ഒരു സുവിശേഷകനോ അല്ലെങ്കിൽ അതുപോലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ദൈവവൈതലാണ് അല്ലെങ്കിൽ വിശ്വാസിയാണെന്നുള്ളതിനും തെളിവുണ്ട്. നമുക്ക് ഈ തീത്തോസിനെ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 3-ൽ ഈ തീത്തോസിനെ നമുക്ക് കാണാം, യവനായ തീത്തോസ് എന്ന് പറഞ്ഞിട്ട്. അതുപോലെ നമ്മൾ തൊട്ട് മുമ്പ് വായിച്ച തിമോത്തിയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനത്തിൻ്റെ 4-ന്റെ 10 തീത്തോസ് ദൽമാത്തിക്ക് പോയി എന്ന് പറയുന്ന ഭാഗത്തും ഈ തീത്തോസിനെ നമുക്ക് കാണാം. ഇപ്പോൾ ഞാൻ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ എഴുതുന്ന ഈ കത്തിൽ, ഞാൻ ക്രേത്തയിൽ നിന്നെ വിട്ടേച്ച് പോകുന്നത്. അപ്പോൾ ക്രേത്തയിലാണ് ഇപ്പോൾ തീത്തോസ് ഉള്ളത്. ക്രേത്ത എന്ന് പറയുന്നത് നമ്മുടെ ബൈബിളിൽ ഒരു ചെറിയ ദ്വീപാണ്. ക്രേത്തയുടെ മറപറ്റി ഓടി എന്നൊക്കെ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ അത് മെഡിറ്ററേനിയൻ കടലിലെ ഒരു ചെറിയ ദ്വീപാണ്. അപ്പോൾ അതിന് CRETE, ക്രീറ്റ് എന്നും അതിനെ നമുക്ക് വായിക്കാൻ പറ്റും ഇംഗ്ലീഷിൽ. ഈ ക്രേത്യർ എന്ന് പറയാറുണ്ട്. ക്രേത്യർ ഇപ്പോൾ ഫെലിസ്തീൻ ദേശത്ത് വന്ന് താമസിക്കുന്ന ഫെലിസ്ത്യർ ഈ ക്രേത്തയിൽ നിന്നുള്ളവരാണ്, ക്രേത്യരാണ് എന്നും ബൈബിളിൽ പരാമർശമുണ്ട്. ഈ ക്രേത്യരെ കുറിച്ച് വേറെയും പരാമർശങ്ങൾ ബൈബിളിൽ നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ തന്നെ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. ക്രേത്തയിൽ ഞാൻ നിന്നെ വിട്ടേച്ചു പോകുന്നത് ശേഷിച്ച കാര്യങ്ങളെ ക്രമത്തിലാക്കേണ്ടതിനും ഞാൻ നിന്നോട് ആജ്ഞാപിച്ചതുപോലെ പട്ടണം തോറും മൂപ്പന്മാരെ ആക്കി വെക്കേണ്ടതിനും തന്നെ. അങ്ങനെ മൂപ്പന്മാരെ ആക്കി വെക്കണം. പക്ഷേ ആ മൂപ്പന്മാരെങ്ങനെയായിരിക്കണം എന്ന് താഴെ പറയുന്നത്. മൂപ്പന്മാർ കുറ്റമില്ലാത്തവനായിരിക്കണം, ഏകഭാര്യയുള്ളവനായിരിക്കണം, ദുർനടപ്പിൻ്റെ ശ്രുതിയോ അനുസരണക്കേടോ ഇല്ലാത്ത വിശ്വാസികളായ മക്കളുള്ളവരായിരിക്കണം. അയാൾ മാത്രം നന്നായ പോരാ, അയാളുടെ മക്കളും അത്തരത്തിലുള്ളവരായിരിക്കണം. അധ്യക്ഷൻ ദൈവത്തിൻ്റെ ഗ്രഹവിചാരകനാകയാൽ അനിന്ദ്യനായിരിക്കും, ആർക്കും നിന്ദിക്കപ്പെടുന്നവനായിരിക്കരുത്, തന്നിഷ്ടക്കാരനായിരിക്കരുത്, കോപിയായിരിക്കരുത്, മദ്യപ്രിയനോ തല്ലുകാരനോ ദുർലാഭമോഹിയോ ആയിരിക്കരുത്.
അതിഥിപ്രിയനായിരിക്കണം, സൽഗുണപ്രിയനായിരിക്കണം, സുബോധശീലനും നീതിമാനും നിർമ്മലനും ജിതേന്ദ്രിയനും, ഇതാ ഇന്ദ്രിയ ജയമുള്ളവനും, പഥ്യോപദേശത്താൽ പ്രബോധിപ്പിക്കാനും വിരോധികൾക്ക് ബോധം വരുത്തുവാനും ശക്തനാകേണ്ടതിന് ഉപദേശപ്രകാരമുള്ള വിശ്വാസവചനം മുറുകെ പിടിക്കുന്നവനുമായിരിക്കണം. അങ്ങനെ അപ്പോൾ ഇത് തീത്തോസിന് എഴുതുമ്പോഴും ആണ് എഴുതുന്നതെങ്കിലും തിമോഥെയോസിന് എഴുതിയ ലേഖനത്തിലും ഇത് ആവശ്യമായ കാര്യമാണ്. അവിടെ ഈ തരത്തിലല്ല എഴുതിയിരിക്കുന്നത്, വേറെ രീതിയിലാണ് എഴുതിയിരിക്കുന്നത് മാത്രം. ഇവിടെ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടാണ് നമുക്ക് വായിക്കാൻ കഴിയുന്നത്. വൃഥാവാചാലന്മാരും മനോവഞ്ചകന്മാരുമായി വഴങ്ങാത്തവരായ പലരും ഉണ്ടല്ലോ, വിശേഷാൽ പരിച്ഛേദനക്കാർ തന്നെ. അവരുടെ വായ അടയ്ക്കേണ്ടതാകുന്നു. അവർ ദുരാദായം വിചാരിച്ച് അരുതാത്ത ഉപദേശിച്ച് കുടുംബങ്ങളെ മുഴുവനും മറിച്ച് കളയുന്നു. അവിടെ ക്രേത്യരെ കുറിച്ച് ഇവിടെ തന്നെയാണ് പറഞ്ഞത്. ക്രേത്യർ സർവദാ അസത്യവാദികളും ദുഷ്ടജന്തുക്കളും മടിയന്മാരുമായ പെരുവയറന്മാരും അത്രയെന്ന് അവരിലൊരു വിദ്വാൻ തന്നെ പറഞ്ഞിരിക്കുന്നു. ഞാൻ പറഞ്ഞതല്ല, നമ്മളാരും പറഞ്ഞതല്ല, ക്രേത്യർ ഇങ്ങനെയൊക്കെയാണെന്ന് അവരിലൊരു വിദ്വാൻ തന്നെ പറഞ്ഞിരിക്കുന്നു എന്നാണ്. ഈ സാക്ഷ്യം നേർ തന്നെയെന്ന് പൗലോസപ്പോസ്തലൻ പറഞ്ഞത്. പൗലോസപ്പോസ്തലൻ അനുഭവത്തിലും അത് ശരിയാണ് എന്ന് പൗലോസപ്പോസ്തലൻ. അത് നിമിത്തം അവർ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായി തീരേണ്ടതിനും യഹൂദ കഥകളെയും സത്യം വിട്ടകലുന്ന മനുഷ്യരുടെ കൽപ്പനകളെയും ശ്രദ്ധിക്കാതിരിക്കേണ്ടതിനും അവരെ കഠിനമായി ശാസിക്കാം. അവർ ഈ നേരത്തെ പറഞ്ഞ അസത്യവാദികളും ദുഷ്ടജന്തുക്കളും മടിയന്മാരും പെരുവേറന്മാരും ഒക്കെ ആയിട്ടുള്ള ആൾക്കാരാണ്. അവരിൽ നിന്നാണ് ഈ സത്യവിശ്വാസത്തിലേക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ആ സ്വഭാവങ്ങൾ അവർക്ക് ത്യജിക്കാൻ ചിലപ്പം കഴിഞ്ഞെന്ന് വരില്ല. ചിലരൊക്കെ കഴിയുമായിരിക്കും. എന്നാൽ അവരുടെ പൊതു സ്വഭാവം, അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന് അവരുടെ ജീവിതത്തിൽ വർഷങ്ങളായി തുടർന്ന് വന്നിരുന്ന കാര്യത്തിൽ നിന്ന് വിട്ടുവരാൻ ചിലപ്പോൾ അവർക്ക് കഴിയത്തില്ലായിരിക്കും. പക്ഷെ അവരെ ദൈവത്തിൻ്റെ വചനം സംബന്ധിച്ച് കൃത്യമായി അവരെ കഠിനമായി ശാസിക്കാനാണ് പറയുന്നത്. ശുദ്ധിയുള്ളവർക്കെല്ലാം ശുദ്ധം തന്നെ, എന്നാൽ മലിനന്മാർക്കും അവിശ്വാസികൾക്കും ഒന്നും ശുദ്ധമല്ല. അവരുടെ ചിത്തവും മനസ്സാക്ഷിയും മലിനമായി തീർന്നിരിക്കുന്നു. അവർ ദൈവത്തെ അറിയുന്നുവെന്ന് പറയുന്നുവെങ്കിലും പ്രവർത്തികളാൽ അവനെ നിഷേധിക്കുന്നു. അതുകൊണ്ടാണ് ഈ ശാസനയുടെ വിഷയം വരുന്നത്. കഠിനമായി ശാസിക്കാൻ പറയാണ്. അവർ പഴയ രീതികളും കാര്യങ്ങളും സ്വഭാവങ്ങളും വെച്ചുകൊണ്ട് സത്യവിശ്വാസത്തിൽ നിൽക്കാനൊക്കത്തില്ല. അതുകൊണ്ട് അവരുടെ പഴയ അനുഷ്ഠാനങ്ങളും അവരുടെ ജീവിത രീതികളും കൊള്ളരുതായ്മകളും ഒക്കെ കളഞ്ഞേ ഒക്കുകയുള്ളൂ എന്നുള്ളത് നീ കഠിനമായി ശാസിക്കണം, നിരന്തരം ശാസിക്കണം, ശാസിച്ച് അവരിൽ നിന്ന് മാറ്റണം എന്ന് തന്നെയാണ് പറയുന്നത്. നീയോ പഥ്യോപദേശത്തിന് ചേരുന്നത് പ്രസ്താവിക്കാം. പിന്നെ വൃദ്ധന്മാരെക്കുറിച്ച് യൗവനക്കാരത്തികളെക്കുറിച്ച് ഒക്കെയും ഉള്ള ഉപദേശങ്ങളുണ്ട്. അവിടെ പായിക്കുന്നതിൻ്റെ കാരണം വിരോധി നമ്മെക്കൊണ്ട് ഒരു തിന്മയും പറയാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് സകലത്തിലും നിന്നെ തന്നെ സൽപ്രവർത്തികൾക്ക് മാതൃകയാക്കി കാണിക്കാം. അപ്പോൾ അവിടെ ഈ പറയുന്ന അവിടെയുള്ള ക്രേത്യരായിട്ടുള്ള വൃദ്ധന്മാർ, യൗവനക്കാരത്തികൾ, ഇവരെ ഒക്കെ എങ്ങനെയായിരിക്കണമെന്ന് പറയുകയാണ്. അപ്പോൾ അവർ വിശ്വാസത്തിൽ വന്നു. അവർ പഴയ ക്രേത്യരായതുകൊണ്ട് ക്രേത്യരുടെ രീതിക്ക് ജീവിക്കാൻ ഒക്കത്തില്ല. അവർ ഇന്ന് അറിഞ്ഞിരിക്കുന്ന പുതിയ വിശ്വാസത്തിൻ്റെ ക്രമീകരണത്തിൽ അവർ വരേണ്ടത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ളവർ പഴയതും ഇവനും തമ്മിൽ ഒരു വ്യത്യാസമില്ലല്ലോ എന്ന് ആളുകൾ പറഞ്ഞ് അവരുടെ ആ മോശം സ്വഭാവങ്ങളൊന്നും മാറിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ദൈവത്തിന് ദുഷിക്കാനിടയാകരുത്. വിരോധി നമ്മെക്കൊണ്ട് ഒരു തിന്മയും പറയാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന്. അപ്പോൾ അവരെയും അതുപോലെ കാണും. നിന്നെ തന്നെ സൽപ്രവർത്തികൾക്ക് മാതൃകയായി കാണിക്കാം. അതാണ് അങ്ങനെയുള്ള സൽപ്രവർത്തികളാൽ അലങ്കരിക്കപ്പെടുവാൻ നീയും നിൻ്റെ അധികാരത്തിൽ അല്ലെങ്കിൽ നിൻ്റെ വലയത്തിലുള്ള അല്ലെങ്കിൽ നിൻ്റെ കൈക്കീഴുള്ള ജനത്തെ, വിശ്വാസികളെയും അങ്ങനെ സൽപ്രവർത്തിക്കാരാക്കി മാറ്റുക എന്നുള്ളതാണ്. നേരത്തെ അങ്ങനെ അല്ല അവർ. അതാണ് എൻ്റെ പറയാൻ കാരണം. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നൊരു കാര്യം, മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തു. ശരിക്ക് അതങ്ങനല്ല. മഹാദൈവത്തിൻ്റെയും
നമ്മുടെ രക്ഷിതാവ് ആയ യേശു ക്രിസ്തുവിൻ്റെയും തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ടെന്നാണ്. അപ്പം മഹാദൈവവും നമ്മുടെ രക്ഷിതാവ് യേശുക്രിസ്തുവാണ് മഹാദൈവം എന്ന് അവിടുത്തെ എഴുത്തിൽ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. യേശുക്രിസ്തു മഹാദൈവമാണ്. മഹാദൈവവും യേശുക്രിസ്തുവുമാണ്. അപ്പം യേശുക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷത വരുത്തുന്നത് ദൈവമാണ്. അപ്പം ദൈവം യേശുക്രിസ്തുവിൻ്റെ മഹാപ്രത്യക്ഷത വരുത്തും. ആ പ്രത്യാശയ്ക്കായി കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടി ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. എന്നെയും നിന്നെയും ഒക്കെ ശിക്ഷിച്ചു വളർത്തുന്നു. നമ്മുടെ ഉപദേശം കേട്ട് വരുന്നവരെയും ശിക്ഷിച്ചു വളർത്തേണ്ടതാണ്. അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു ജനമായി തനിക്ക് ശുദ്ധീകരിക്കപ്പെടേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി ഒരുക്കുന്നു. അപ്പോൾ ഈ സൽപ്രവർത്തികൾ എന്ന് പറയുന്നത് വളരെ ഹൈലൈറ്റഡ് ആയിട്ടാണ് ഈ പുസ്തകത്തിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വിശ്വാസികളായിരിക്കുന്നവർക്കും സൽപ്രവർത്തികളാൽ നമ്മെ അലങ്കരിക്കപ്പെടേണ്ടതുണ്ട് എന്നുള്ളതും നമ്മൾ ഇതിനകത്തുനിന്ന് മനസ്സിലാക്കേണ്ടതാണ്. അപ്പം നമ്മളും ഇന്നത്തെക്കാളും ബെറ്റർ. അപ്പം കഴിഞ്ഞുപോയി. ഇനി എന്താണ്? കഴിഞ്ഞതിനെ കറക്റ്റ് ചെയ്യാൻ നമുക്ക് ആർക്കും ഒക്കത്തില്ല. ഇന്ന് മുതൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഇന്നലത്തെക്കാളും കൂടുതൽ സൽപ്രവർത്തികളാൽ നമുക്ക് അലങ്കരിക്കപ്പെടാം. സൽപ്രവർത്തികൾ നമുക്ക് പ്രവർത്തിക്കുകയും പ്രകടിപ്പിക്കുകയും ആളുകൾ കാണാനും ഇടയാക്കാം. ഇത് പൂർണ്ണ ഗൗരവത്തോടെ പ്രസംഗിക്കുകയും പ്രബോധിക്കുകയും ശാസിക്കുകയും ചെയ്ത എന്നാണ് നമ്മൾ താഴോട്ട് വായിക്കുന്നത്. ഏതാണ്? ഈ സൽപ്രവർത്തികൾ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമായി വിശുദ്ധീകരിക്കപ്പെടുന്നതിനെ സംബന്ധിച്ച് അതാണ് ഈ സൽപ്രവർത്തികളെ സംബന്ധിച്ചുള്ള ഉപദേശം. 3-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പം നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ ദയയും മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ അവൻ നമ്മെ നാം ചെയ്ത നീതിപ്രവർത്തികളാലല്ല തൻ്റെ കരുണപ്രകാരം അത്രേ രക്ഷിച്ചത്. നാം അവൻ്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശപ്രകാരം നിത്യജീവൻ്റെ അവകാശികളായി തീരേണ്ടതിന് പുനർജനന സ്നാനം കൊണ്ടും നമ്മുടെ രക്ഷിതാവ് യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം കൊണ്ടും തന്നെ. ഈ വചനം വിശ്വാസയോഗ്യം. അപ്പോൾ എങ്ങനെയാണ് ഞാനും നീയും ഇന്ന് തീത്തോസ് ക്രേത്തയിലുള്ള മനുഷ്യരും ഇനി അനേകർ ഈ സത്യത്തിലേക്ക് വരുന്നവരും ഒക്കെയും എങ്ങനെയാണ് ആ പ്രോസസ്സ് എന്നുള്ളതും അവിടെ എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ ദൈവത്തിൻ്റെ കരുണ അല്ലാതെ നമ്മുടെ ആരുടെയും സൽപ്രവർത്തികളോ നമ്മുടെ ആരുടെയും മെച്ചപ്പെട്ട ജീവിതം കൊണ്ടോ അല്ലെങ്കിൽ യോഗ്യമായതുകൊണ്ടോ നല്ലവരായതുകൊണ്ടോ അല്ല. ദൈവത്തിൻ്റെ കരുണപ്രകാരം അത്രേ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ആരും രക്ഷിക്കപ്പെട്ടത് അല്ലെങ്കിൽ രക്ഷയുടെ അനുഭവത്തിൽ ആരും രക്ഷിക്കപ്പെട്ടിട്ടില്ല. രക്ഷിക്കപ്പെടാനിരിക്കുന്നതേ ഉള്ളൂ. അവസാനത്തോളം സഹിച്ച് നിൽക്കുന്നവൻ രക്ഷിക്കപ്പെട്ടു നമ്മൾ ഇന്നും പലരും പറയുന്നത് കേൾക്കുന്നുണ്ട്. പക്ഷെ ആരും ആരുമില്ല. രക്ഷിക്കപ്പെട്ട ഒരാൾ മാത്രമേ ഉള്ളൂ, യേശുക്രിസ്തു മാത്രമാണ് രക്ഷിക്കപ്പെട്ടത്. ഇനി രക്ഷിക്കപ്പെടുവാനുള്ളവരാണുള്ളത്. അവർ രക്ഷിക്കപ്പെടും എന്നുള്ള വിശ്വാസത്താൽ അത് പറയുന്നത് എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷേ രക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള സത്യമായി തന്നെ അവശേഷിക്കുന്നു. അപ്പം അങ്ങനെ തൻ്റെ കരുണപ്രകാരം അത്രേ രക്ഷിച്ചത്. നാം അവൻ്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശപ്രകാരം നിത്യജീവൻ്റെ അവകാശികളായി തീരേണ്ടതിന് പുനർജനന സ്നാനം കൊണ്ടും നമ്മുടെ രക്ഷിതാവ് യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം കൊണ്ടും തന്നെ. ദൈവത്തിൽ വിശ്വസിച്ചവർ സൽപ്രവർത്തിയെക്കുറിച്ച് അവിടെ പ്രത്യേകം വീണ്ടും പറയുന്നുണ്ട്. ദൈവത്തിൽ വിശ്വസിച്ചവർ സൽപ്രവർത്തികളിൽ ഉത്സാഹികളായിരിക്കാൻ കരുതേണ്ടതിന് നീ ഇത് ഉറപ്പിച്ച് പറയണം. ഇത് ശുഭവും മനുഷ്യർക്ക് ഉപകാരവുമാകുന്നു. മൗഢ്യതർക്കവും വംശാവലികളും കലഹവും ന്യായപ്രമാണത്തെക്കുറിച്ചുള്ള വാദവും ഒഴിഞ്ഞു നിൽക്കാം. അപ്പോൾ ഇത് പറയുന്ന ആരാ? ഈ വംശാവലിയെക്കുറിച്ച് നന്നായി പറയാനുള്ള ഒരുവനാണ്. ആ പൗലോസപ്പോസ്തലൻ പോലും തൻ്റെ വംശാവലിയെക്കുറിച്ച് പറയുന്നില്ല. എന്താണ് വംശാവലി? വംശാവലി എന്ന് പറയുന്നത് അയാളുടെ ഗോത്രം, സെബുലൂൻ ഗോത്രത്തിൽ പിറന്നവൻ. അപ്പം സെബുലൂൻ എവിടെയാണ് നിൽക്കുന്നത്? യാക്കോബിൻ്റെ 12 മക്കൾ ഒരുവനാണ് സെബുലൂൻ. ആ സെബുലൂൻ്റെ അവിടെ മുതൽ പറയുകയാണ് തൻ്റെ ഗോത്രം ഏതാണ്, തൻ്റെ പാരമ്പര്യം ഏതാണെന്ന്. അപ്പോൾ തൻ്റെ അപ്പൻ്റെ പേര്, അപ്പൻ്റെ പേര്, അപ്പൻ്റെ പേര്, അങ്ങനെ
കുറേയേറെ തലമുറ മുതൽ വേണമെങ്കിൽ അങ്ങ് സെബുലൂൻ വരെ പറയാൻ അവർക്ക് കഴിയും. അത്ര വലിയ പാരമ്പര്യമുണ്ട്. പക്ഷേ ആ പാരമ്പര്യങ്ങളെയൊന്നും ഞാൻ വലിയ കാര്യമാക്കുന്നില്ല എന്ന് പൗലോസ് അപ്പോസ്തലൻ വേറൊരിടത്ത് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ അത്തരം വംശാവലികളൊക്കെ നമുക്കും പറയാമല്ലോ. നമ്മൾ ഇന്ന കുടുംബത്തിലായിരുന്നു, ഞാൻ അറ്റതായിരുന്നു, മറിച്ചതായിരുന്നു എന്ന് പറയുന്നവരോട് എനിക്കൊരു കാര്യം ചോദിക്കുന്നത്, നീ അത്ര വലിയ കേമപ്പെട്ട സാധനമായിരുന്നെങ്കിൽ നീ പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്ന് അവിടെ നിന്നാൽ പോരായിരുന്നു? അല്ലേ? അതല്ലേ എൻ്റെ സത്യം. അപ്പം ഇന്നും പഴയ കേമത്വത്തെക്കുറിച്ച്, പണ്ട് നിന്ന സ്ഥലത്തെക്കുറിച്ച്, ഞങ്ങൾ 10,000 പേരുള്ള സ്ഥലം, 5,000 പേരുള്ള, 1,500 പേരുള്ള സഭയായിരുന്നു എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ദേശത്ത് ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഇന്ന അവിടുത്തെ മൂർത്തിയുടെ സ്വർണം കൊണ്ട് നടക്കാൻ അധികാരവും അവകാശമുള്ള കുടുംബമായിരുന്നു ഞങ്ങളുടെ കുടുംബം എന്നൊക്കെ പറയുന്നവർക്ക് അതൊക്കെ വലിയ കാര്യമായിരുന്നെങ്കിൽ അവിടെ തന്നെ നിന്നാൽ പോരെ? എന്തിനാണ് ഇതിലേക്ക് വന്നത്? അപ്പോൾ ഇനിയും ആ കാര്യങ്ങളുടെ പുകഴ്ച പറയരുത്. അത് തൃണവൽഗണിക്കുക തന്നെ വേണം. കാരണം അതിനേക്കാളും ശ്രേഷ്ഠമായ കാര്യമാണ് ഇന്ന് നമ്മുടെ കൈകളിൽ എത്തിയിരിക്കുന്നത്. നമ്മൾ അതിലാണായിരിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് ഇതിനേക്കാളും ശ്രേഷ്ഠമായിട്ട് വേറൊന്നുമില്ല. അപ്പോൾ പഴയതിൻ്റെ ശ്രേഷ്ഠയും മഹിമതയും പറയുന്നെങ്കിൽ അവർക്ക് ഇതിനേക്കാളും ശ്രേഷ്ഠമായ കാര്യം അതാണെന്ന് ഇന്നും അവരുടെ മനസ്സിലുണ്ട് എന്നുള്ളതാണ്. അത് എത്തേണ്ടടുത്ത് എത്തിക്കില്ല എന്നുള്ള കാര്യം അടിവരയിട്ട് ഇവിടെ പറഞ്ഞുകൊള്ളട്ടെ. അപ്പം മൗഢ്യതർക്കം, വംശാവലി, കലഹം, ന്യായപ്രമാണത്തെക്കുറിച്ചുള്ള വാദം, ഇതൊക്കെ നീ ഒഴിഞ്ഞു നിന്നാൽ മതി. അപ്പോൾ നീ ഒഴിഞ്ഞു നിൽക്കണം. നിന്നെ കേൾക്കുന്നവരും ക്രയത്തിലുള്ള വിശ്വാസികളൊക്കെ ഒഴിഞ്ഞു നിൽക്കണം. ഇവ നിഷ്പ്രയോജനവും വ്യർത്ഥവുമാണെന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. സഭയിൽ ഭിന്നത വരുത്തുന്ന മനുഷ്യനോട് ഒന്ന് രണ്ട് വട്ടം ബുദ്ധി പറയണം. അതിട്ട് കേട്ടില്ലെങ്കിൽ അവനെ അങ്ങ് ഒഴിവാക്കണം. ഒഴിവാക്കുകയെന്ന് പറഞ്ഞാൽ പുറത്താക്കണമെന്നല്ല. പിന്നെ അവനെ ആ രീതിയിൽ കണ്ടാൽ മതി. കാര്യങ്ങൾ സഹകരിപ്പിക്കണ്ട, ഉത്തരവാദിത്തങ്ങൾ കൊടുക്കണ്ട. ഏതെങ്കിലും ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ അവനെ അതിൽ നിന്ന് മാറ്റാം. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നാണ്, അല്ലെങ്കിൽ തള്ളിക്കളയുക എന്ന് പറഞ്ഞാൽ പുറത്താക്കുക എന്നുള്ള അർത്ഥത്തിലല്ല. ബുദ്ധി പറഞ്ഞ ശേഷം അവനെ ഒഴിക്കുക, അവനെ പല കാര്യങ്ങളിൽ നിന്ന് ഒഴിവാക്കി നിർത്തുക. ഇങ്ങനെയുള്ളവർ വക്രബുദ്ധിയായി പാപം ചെയ്ത് തന്നെത്താൻ കുറ്റം വിധിച്ചിരിക്കുന്നു എന്ന് നിനക്കറിയാമല്ലോ. അവസാനം എത്തുകയാണ്. അവസാനം, ഞാൻ അർത്തമോസിനെയോ തിഹിക്കോസിനെയോ അങ്ങോട്ട് അയക്കുമ്പോൾ നിക്കപ്പോലിസിൽ വന്ന് എന്നോട് ചേരുവാൻ ശ്രമിക്കാം. ആര്? തീത്തോസ് എന്നോട് വന്ന് ചേരുവാൻ ശ്രമിക്കാം. ഞാൻ അവിടെ ശീതകാലം കഴിപ്പാൻ നിശ്ചയിച്ചിട്ടുണ്ട്. ന്യായശാസ്ത്രിയായ സേനാസിനും അപ്പല്ലോസിനും ഒരു മുട്ടും വരാതെ വണ്ണം ഉത്സാഹിച്ച് വഴിയാത്ര അയക്കാം. നമുക്കുള്ളവരും ഫലമില്ലാത്തവരാകാതെ അത്യാവശ്യ സംഗതികളിൽ സൽപ്രവർത്തികൾക്ക് മുമ്പരായിരിക്കാൻ പഠിക്കട്ടെ. സൽപ്രവർത്തികൾ എന്ന് പറയുമ്പം ഇവിടെ ഈ പറഞ്ഞല്ലോ, സേനാസിനും അപ്പല്ലോസിനും ഒരു മുട്ടും വരാതെ വഴിയാത്രയ്ക്കുള്ളത് കൊടുത്തു വേണം അയക്കാൻ. എന്ന് പറയുന്ന നമ്മുടെ കൂടെയുള്ള വിശ്വാസികൾക്ക്, സഹോദരി സഹോദരങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ കൊടുക്കണം, ആഹാരം കൊടുക്കാൻ പറ്റുന്നിടത്ത് ആഹാരം കൊടുക്കണം, ഉപദേശങ്ങൾ കൊടുക്കാൻ പറ്റുന്ന ഉപദേശങ്ങൾ, നല്ല പുസ്തകങ്ങൾ വായിക്കാൻ കൊടുക്കണം. ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് കൂടെയുള്ളവർക്ക് ചെയ്യാൻ പറ്റും. പുറത്തുള്ളവരൊക്കെ മാത്രമല്ല, അകത്തുള്ളവരോടും നമുക്ക് സൽപ്രവർത്തികളാൽ മുമ്പന്മാരായിരിക്കാൻ പരിശ്രമിക്കാമെന്നുള്ളതാണ്. എന്നിട്ട് ഏറ്റവും അവസാനം, എന്നോട് കൂടെയുള്ളവർ എല്ലാവരും നിനക്ക് വന്ദനം ചൊല്ലുന്നു. തീത്തോസിന്, ഞങ്ങളെ വിശ്വാസത്തിൽ സ്നേഹിക്കുന്നവർക്ക് വന്ദനം ചൊല്ലുക. അപ്പം ഞങ്ങളെ അറിയാവുന്നവരും, ഞങ്ങൾക്ക് എല്ലാവരും അറിയണമെന്നില്ലല്ലോ, ഞങ്ങളെ പക്ഷേ അറിയാവുന്നവർ ഒരുപാട് പേരുണ്ടാകും. അവർക്കൊക്കെ ഞങ്ങളുടെ വന്ദനം അർപ്പിക്കുക. ഞങ്ങൾ അവർക്കൊക്കെ വന്ദനം ചെയ്യുന്നു. നീ അവരെ ഞങ്ങളെ വന്ദനം അറിയിക്കുക. മാത്രമല്ല, ഇത് വായിച്ച് കേൾക്കേണ്ടടുത്ത് വായിച്ച് കേൾപ്പിക്കേണ്ടടുത്ത്, മറ്റേ എഫെസ്യർക്കും ഗലാത്യർക്കും ഒക്കെ എഴുതിയ, കൊരിന്ത്യർക്കും റോമർക്കും ഒക്കെ എഴുതിയ ലേഖനങ്ങൾ അവരുടെ സഭകളിലൊക്കെ വായിക്കാം, മറ്റു സഭകളിലും വായിക്കാം. ഇവിടെ ഇത് ഇവർക്ക് വേണ്ടിയുള്ളതാണ്, തീത്തോസിനും തിമോത്തിയോസിനും ഒക്കെ ഉള്ളതാണ്. ഇത് വായിക്കാമോ എന്ന് എനിക്കറിയില്ല. വായിക്കാവുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ ശുശ്രൂഷകന്മാരുടെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുമ്പോൾ അവിടെ വേണമെങ്കിൽ ഇതൊക്കെ വായിക്കാം. പൊതുജനത്തിന് വായിച്ച് കേൾപ്പിക്കേണ്ട കാര്യമില്ല. എന്നാൽ ശുശ്രൂഷകന്മാരായിരിക്കുന്ന, സുവിശേഷം അറിയിക്കുന്ന, നേതൃത്വത്തിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഇത് വായിച്ച് കേൾപ്പിക്കാവുന്നതാണെന്ന് ഞാൻ കരുതുന്നു. അതിനകത്ത് അങ്ങനെ എഴുതിയിട്ടില്ല ഒരിടത്തും, ഞാൻ അങ്ങനെ കരുതുകയാണ്. ഒരിക്കൽ കൂടി കേട്ടിരുന്ന താങ്കൾക്ക് നന്ദി പറയുന്നു. ദൈവം നടത്തിയ വിധങ്ങളോർത്ത് ദൈവത്തിനും വലിയ നന്ദി, ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. എന്നെയും താങ്കളെയും ഈ വിശ്വാസത്തിലേക്ക് വിളിച്ച ദൈവത്തിന് മഹത്വം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വായനാ ഭാഗങ്ങളിവിടെ എല്ലാം അവസാനിക്കുക. നാളെ പുതിയ വായനാ ഭാഗങ്ങളുമായി നമുക്കൊന്ന് വീണ്ടും കാണാം. നന്ദി.